വ്ളാഡിമിർ പുടിന് അപരന്മാരുണ്ടെന്ന വാദം വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു അഭ്യൂഹം മാത്രമാണ്. റഷ്യൻ സർക്കാരും പുടിനും തന്നെ ഈ ആരോപണങ്ങൾ പലതവണ നിഷേധിച്ചിട്ടുണ്ട്. പുടിൻ അപരന്മാരെ ഉപയോഗിക്കുന്നു എന്ന വാദങ്ങളെ റഷ്യൻ സർക്കാർ അസംബന്ധമായ വിവര തട്ടിപ്പുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത്തരം വാർത്തകൾ കേട്ട് പുടിൻ ചിരിക്കാറുണ്ടെന്നും അദ്ദേഹത്തിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കിയിട്ടുണ്ട്. 2020 ഒരു അഭിമുഖത്തിൽ സുരക്ഷാ കാരണങ്ങളാൽ അപരന്മാരെ ഉപയോഗിക്കാൻ തനിക്ക് അവസരം ലഭിച്ചിരുന്നുവെന്നും എന്നാൽ താൻ അത് നിരസിച്ചുവെന്നും പുടിൻ പറഞ്ഞിരുന്നു. താൻ യഥാർത്ഥ പുടിൻ തന്നെയാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അഭ്യൂഹങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണമായി പറയുന്നത് ശാരീരിക മാറ്റങ്ങളും പുടിന്റെ രൂപത്തിലും നടപ്പിലും കാതുകളിലും കാലക്രമേണയുണ്ടായ നേരിയ വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഗൂഢാലോചനാ സിദ്ധാന്തക്കാർ അപരന്മാരുണ്ടെന്ന വാദം ഉന്നയിക്കുന്നത്. ഒരു കൂടിക്കാഴ്ചയിൽ പുടിൻ തന്റെ വാച്ച് നോക്കുന്നത് വലിയ ചർച്ചയായിരുന്നു. സാധാരണയായി അദ്ദേഹം വലതു കൈയിലാണ് വാച്ച് കെട്ടാറുള്ളത്. എന്നാൽ അന്ന് അദ്ദേഹം ഇടത് കൈത്തണ്ടയിലേക്ക് നോക്കുകയും വാച്ച് അവിടെ ഇല്ലെന്ന് കണ്ട് അമ്പരക്കുകയും ചെയ്തെന്ന അപരനാണെന്ന വാദത്തിന് ശക്തി പകർന്നു. ഉക്രൈനിലെ സൈനിക ഇന്റലിജൻസ് മേധാവി മേജർ ജനറൽ കിറിൻ ബുഡ്നോവ് പുടിന് കുറഞ്ഞത് 3 അപരന്മാരെങ്കിലും ഉണ്ടെന്ന് അവകാശപ്പെട്ടിരുന്നു. സാങ്കേതിക വിശകലനങ്ങളും ഇതിനിടയിൽ നടക്കുകയുണ്ടായി. പുടിന്റെ വിവിധ പൊതുപരിപാടികളിലെ ദൃശ്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വിശകലനം ചെയ്യുകയും വ്യത്യസ്ത സമയങ്ങളിൽ കണ്ട പുടിൻ രൂപങ്ങൾക്ക് 53% അല്ലെങ്കിൽ 40% മാത്രമാണ് സാമ്യമുള്ളത് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ വാദങ്ങളെ പിന്തുണയ്ക്കുന്ന വിശ്വസനീയമായ തെളിവുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മുഖത്തെ വ്യത്യാസങ്ങൾ സാധാരണ ശാരീരിക മാറ്റങ്ങൾ കൊണ്ടാവാമെന്നും ഔദ്യോഗിക നിഷേധങ്ങൾ ഈ അഭ്യൂഹങ്ങളെ തള്ളിക്കളയുന്നുവെന്നുമാണ് സ്വതന്ത്ര വസ്തുതാ പരിശോധനകൾ വ്യക്തമാക്കുന്നത്. എന്നാലും അസുഖബാധിതനായ പുടിന് പകരം പൊതുവേദികളിൽ അപരന്മാർ എത്തുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്.